നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ നമ്മളെപ്പോലെ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത താരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന താരങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന താരങ്ങളുടെ ഓരോ ക്യാമറയ്ക്ക് പിന്നിലെ ഓരോ പ്രവൃത്തികളും ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് നടൻ ജയസൂര്യക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നു വന്നത്. എന്നാൽ അത് പിന്നാലെ പരാതി കൊടുക്കുകയും അത് കേസിലേക്ക് വഴിമാറുകയും ഒക്കെ ചെയ്തിരുന്നു. തൊടുപുഴയിലെ സിനിമാ ചിത്രീകരണത്തിനിടെ നടൻ ജയസൂര്യ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് നടിയുടെ മൊഴിയെടുത്തത്. തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനുകളിൽ വെച്ച് അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ പരാതി. ബാക്കി മറ്റത് എടുത്തോട്ടെ. പുറത്തു വരുന്നത് ജയസൂര്യയെ സംബന്ധിച്ചുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്. ജയസൂര്യക്കെതിരെ ഉയർന്ന ആരോപണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനു മുൻപും പല നടിമാർക്കെതിരെയും നടന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഇത്തരം ഒരു രീതിയിലുള്ള ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്തകളിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ജയസൂര്യയുടെ പക്കൽ നിന്നും പലപ്പോഴും ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും പലപ്പോഴും ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും പ്രശ്നമാകുന്ന ഘട്ടത്തിൽ കുടുംബത്തെ ഓർത്ത് പിന്മാറണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ച സംഭവങ്ങൾ വരെ ജയസൂര്യയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. എന്നാൽ നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചപ്പോൾ സരിതയ്ക്കരികിൽ തന്നെ പരാതികളുമായി നടിമാർ എത്തിയതോടെയാണ് കുടുംബകലഹവും രൂക്ഷമായത്. ഈ ഘട്ടത്തിലാണ് നടൻ സിനിമകളിൽ നിന്നും മാറി നിന്നത് ആ തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത്. അതിനുശേഷമായിരുന്നു കുറച്ചു നാളുകളായി മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം സമാധാനപരമായി ജീവിച്ചു വരികയായിരുന്നു താരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെ വെളിപ്പെടുത്തലും ഉണ്ടായത്. അതുവരെ മക്കൾ പോലും അറിയാതെ വളരെ രഹസ്യമാക്കി വെച്ചിരുന്ന ഈ സംഭവങ്ങൾ മക്കളും അറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ മക്കളെ പോലും ഫേസ് ചെയ്യാനാകാത്ത വിധം തകർന്നിരിക്കുകയാണ് ജയസൂര്യയുടെ കുടുംബവും. എറണാകുളം തൃപ്പൂണിത്തുറയിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ജയസൂര്യയ്ക്ക് സരിതയും മക്കളുമായിരുന്നു എല്ലാമെല്ലാം. കരിയറിൽ ഉയർന്നു നിൽക്കുമ്പോഴായിരുന്നു നടന്റെ വിവാഹവും. ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു സരിതയെ വിവാഹം കഴിച്ചത്. അതിനുശേഷം സരിതയുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ജയസൂര്യയായിരുന്നു ഏറ്റെടുത്തത്. ഫാഷൻ ഡിസൈനറായി സരിത ഉയർന്നു വന്നതിന് പിന്നിൽ ജയസൂര്യ തന്നെയായിരുന്നു. അതേസമയം കരിയർ വലിയൊരു ബ്രേക്ക് നൽകിയിരിക്കുന്ന ജയസൂര്യ കഴിഞ്ഞ 4 കൊല്ലമായി ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്തതിന് കാരണം കത്തനാർ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു താരം. ഇപ്പോഴത്തെ സിനിമ പുറത്തിറങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ജയസൂര്യക്കെതിരെ വന്നത്. ഇതോടുകൂടി ജയസൂര്യയുടെ കുടുംബവുമാകെ തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ. അമേരിക്കയിലാണ് താരമുള്ളത്. ഉടനെ തന്നെ നാട്ടിലെത്താൻ സാധ്യതയുണ്ടെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ നാട്ടിലെത്തിയാൽ ഉടനെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്.